നീറ്റ് ക്രമക്കേടിനെതിരെ ഡൽഹിയിൽ കോൺഗ്രസ് പ്രതിഷേധം. ബിജെപി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ധനസുബോധുണ്ട് വിവരങ്ങൾ നൽകാൻ. ധനസുബോധ്, വലിയ പ്രതിഷേധമാണോ നടക്കുന്നത്? കോൺഗ്രസ് പാർട്ടി ആഹ്വാനം ചെയ്ത പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ സംഘർഷഭരിതമായിരിക്കുകയാണ്. കാരണം കോൺഗ്രസ് പ്രവർത്തകരെ ഈ പ്രധാന മന്ത്രാലയത്തിലേക്കൊന്നും വിടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡ് ഉയർത്തി രാവിലെ തന്നെ ഈ മാർച്ച് മുന്നോട്ട് പോകുന്നതിൽ തടഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ ഓരോരുത്തരായി തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുന്ന കാഴ്ച ഇവിടെ കാണുന്നത്, ഡൽഹിയിൽ കാണുന്നത്. കാരണം ഇന്നലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ ഐസ, ASF, SFI എന്നീ സംഘടനകളാണ് സമരത്തിന് വന്നിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് പരസ്യമായ ഒരു പ്രതിഷേധത്തിന് ഇന്നാണ് തയ്യാറെടുത്തിരിക്കുന്നത്. കാരണം ഇതിന് രാഹുൽ ഗാന്ധി ഇന്നലെ നീറ്റ് എഴുതിയ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ഇത് ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പരസ്യമായി തെരുവിലിറങ്ങിയതിൽ പ്രതിഷേധിക്കുമെന്ന് അറിഞ്ഞിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. मोदी सरकार छात्रों को न्याय चाहिए, 24 लाख छात्रों को न्याय चाहिए। मोदी सरकार शिक्षा मंत्री इस्तीफा दो, शिक्षा मंत्री इस्तीफा दो। मोदी सरकार पुलिस के दम पे गुंडागर्दी नहीं चलेगी, नहीं चलेगी। पुलिस के दम पे गुंडागर्दी नहीं चलेगी, नहीं चलेगी। पुलिस के दम पे गुंडागर्दी। ഈ പോലീസ് ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചൊതുക്കിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കൂടുതൽ സംഘർഷഭരിതമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഡൽഹിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. 34 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി എടുത്ത് പന്താടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു നീറ്റ് അട്ടിമറിയുമായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അഴിമതിക്ക് കുട ചൂടുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും എത്രയും പെട്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കണം എന്നുള്ളത് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ. ജനങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഇവർ വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. കാര്യം ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് ഇവരെ തടയുകയും പിന്നീട് ഇവിടെ ഒരു 20ഓളം ബസ്സുകളാണ് 20ഓളം ബസ്സുകളാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. പ്രവർത്തകരെ ഓരോരുത്തരായി ബസ്സുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സുകളിൽ നിന്നും അവർ ചാടി ഇറങ്ങാനും മുദ്രാവാക്യം ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. प्रदर्शन करने की इजाजत नहीं दी जा रही। धारा 144 लागू करके अब तक जी के साथ में अरेस्ट कर लिया गया है। जिंदाबाद। कांग्रेस के कार्यकर्ताओं का इस तरह के प्रदर्शन को, जो स्टूडेंट के अधिकारों का, नीट के खिलाफ, UGC के खिलाफ जो पेपर लीक है, उसको देखते हुए अपनी बात नहीं रखने दे रही है। दिल्ली पुलिस एकदम बर्बरता से कार्यकर्ताओं के ऊपर टूट पड़ी है। ഇപ്പോൾ കോൺഗ്രസിന്റെ MLA-മാരെ അടക്കം അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. परीक्षा कैंसिल नहीं हो जाती जब तक हमारा ये संकट जारी रहेगा। यही कहना चाहूँगा, ये हमारी आवाज दबा नहीं पाएंगे। लगातार सड़कों पर संघर्ष करेंगे और जब तक मोदी डरता है
जब जब मोदी डरता है, 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 भाई देवेंद्र यादव। हमारी ये लड़ाई जो भारतीय जनता पार्टी के भ्रष्टाचार के खिलाफ है, ये लगातार जारी रहेगी जब तक कि युवाओं को उनका हक नहीं मिल जाता, नीट परीक्षाएं कैंसिल नहीं हो जाती। हम सड़कों पर रहेंगे और इस सरकार को चैन से बैठने नहीं देंगे। देखिए, भारतीय जनता पार्टी जो व्यापक घोटाला था मध्य प्रदेश का, उसको पूरे देश में लागू करने की कोशिश कर रही है। कांग्रेस पार्टी दृढ़ संकल्पित है कि जब तक युवाओं को उनका हक नहीं मिलेगा, हम सड़कों पर रहेंगे। മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ക്രമക്കേട് നടന്ന വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളാണ് കോൺഗ്രസ് നടത്തുന്നത്. യെസ്, പിരിച്ചുവിടുക. കാര്യം ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ ചൂണ്ടിക്കാണിച്ചത് NDAയുടെ നടപടിക്രമങ്ങൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഒരു സമിതിയെ നിയമിക്കും, ഉന്നതതല സമിതിയെ നിയോഗിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആ തരത്തിലുള്ള ഉന്നതതല സമിതിയെ നിയോഗിക്കാൻ തങ്ങൾ ഒരുക്കമല്ല, തങ്ങൾ അനുവദിക്കില്ല. ഇത് പൂർണ്ണമായും ഈ തരത്തിലുള്ള ഒരു അഴിമതി സർക്കാരാണ്, അഴിമതിക്കാർക്ക് കുടപിടിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് NDA പൂർണ്ണമായും പിരിച്ചുവിടണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. राहुल गांधी, छात्रों को इंसाफ दो, छात्रों को इंसाफ दो, छात्रों को इंसाफ दो। जब जब मोदी डरता है, पुलिस को आगे करता है, और ये जो हमारे समाज का काम है उसको करते रहेंगे। मोदी सरकार मुर्दाबाद, मोदी सरकार मुर्दाबाद, राहुल गांधी जिंदाबाद। छात्रों को न्याय दो, न्याय दो, छात्रों को न्याय दो। मोदी तेरी तानाशाही मोदी है, पुलिस को आगे करता है। मोदी जब भी डरता है, पुलिस को आगे करता है। मोदी सरकार हाय हाय, मोदी सरकार हाय हाय। മോദി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് പ്രധാനമായും നടക്കുന്നത്. ഈ സർക്കാർ, ഈ മന്ത്രിസഭ തന്നെ കൂട്ടത്തോടെ രാജിവെക്കണം. ഒരു പരീക്ഷയുടെ എല്ലാ ഔചിത്യവും എല്ലാ ഒരു പവിത്രതയും നശിപ്പിച്ചുകൊണ്ടാണ് ഈ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം, NDA സഹായിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടുള്ള സമരമാണ് നടക്കുന്നത്. ഇതിലിപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും MLA-മാരെയും ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞാലും തങ്ങൾ ഇത്തരം സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ചൂണ്ടിക്കാട്ടി കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ സമരവേദിയിലേക്ക് എത്തുന്ന ഒരു രംഗമാണ് നമ്മൾ ഡൽഹിയിൽ കാണുന്നത്.